സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഒരു അടിപൊളി ഗെയിമിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് GTA 4 ആണ്. അപ്പോൾ മാർക്കറ്റ് കൊണ്ട് കളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ GTA 4 നമ്മളൊരു അടിപൊളി ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ നമ്മൾ സിറ്റിയിലാകപ്പാട് സുനാമിയും കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ വലിയൊരു അടിപൊളി സുനാമി ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു അടിപൊളി സുനാമി തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു സുനാമി തന്നെ. വലുതായിട്ടൊന്നുമില്ല, കാറ് ഓടിപ്പോകുന്നുണ്ട്. ഇടയ്ക്കിട്ട് മാത്രമാണ് വരുന്നത്. നമുക്കൊന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മോളിക്കറി കൂടി വന്നു ഹെലികോപ്റ്ററിൽ. നമുക്ക് ചിലപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് തെന്നിപ്പോയി. അത് മഴയായിരുന്നു. അപ്പം മഴയും കാര്യങ്ങളും നിന്നെങ്കിലും ഭയങ്കര തന്നെയാണ്. അപ്പോൾ നമുക്ക് അടിപ്പെട്ടെന്ന അവസ്ഥ എന്നൊക്കെ നോക്കി നോക്കുക. അയ്യോ, വെള്ളത്തിലെത്തുന്ന വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ വലിയൊരിതൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളവും കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇടയ്ക്കിട്ട് വണ്ടി പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു ലാഗ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല. നമുക്ക് കാറും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടല്ലേ ഇടയ്ക്കിട്ട് നീന്താൻ തോന്നുന്നുണ്ട്. നമുക്ക് കടലിൽ പോയിട്ട് എന്താ അവസ്ഥ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. അമ്മേ, അയ്യോ പറ്റില്ല. ഞാൻ കാർ എടുത്തപ്പോൾ ഭയങ്കര പൊങ്ങല്. ഇത്ര നേരം ഉണ്ടായിരുന്നില്ല. എടാ ഇറങ്ങടാ, ഇറങ്ങണില്ല. ഇറങ്ങ, ഈ കൊച്ചൊക്കെ ഇറങ്ങ. ഇതെന്താണത്? ഞാൻ കാറെടുത്തപ്പോൾ മാത്രം ഇത്രയും വിളിച്ചു വാങ്ങി. അപ്പോൾ കാറിൽ പോകുന്നത് സേഫല്ല. നമുക്കൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് വിളിക്കാം. നമ്മളെന്നെ ഓടിക്കണം, അത് വേറെ കാര്യം. ഡ്രൈവറൊന്നും വന്നിട്ടില്ല. ചേട്ടൻ പിന്നെ ഡ്രൈവറൊന്നും വേണ്ട, എല്ലാ ആൾ തന്നെയാണ്. നമുക്കൊരു നല്ലൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ എടുക്കാം. എനിക്ക് വലിയ ഓടിക്കാറുണ്ട് ഹെലികോപ്റ്റർ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഇതെടുക്കാം. ഓക്കെ, ഹെലികോപ്റ്റർ തന്നെ കാണാ സീൻ. പോങ്ങു അയ്യോ. ഹെലികോപ്റ്ററിൽ നമുക്ക് നേരെ കടലിൽ പോയി നോക്കാം. അത് കടലിൽ പോയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ GTA 4 നല്ല കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ GTA 4 കളിക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ ഇപ്പോഴും എൻ്റെ വിചാരം എന്ന് വെച്ചാൽ GTA 5 60 GB ഉള്ളൂ എന്നാണ്. കാര്യം പോയിട്ട് 110 GB. എൻ്റെ ഹാർഡ് ഡിസ്കിൽ തന്നെയാണ് 110 GB. അതിലെങ്ങനെ ഞാൻ കേട്ടാല്ല. നമുക്ക് തൽക്കാലം അങ്ങനെ പോണ പ്ലെയിനെ ഒരു പ്ലെയിനും ഇല്ല തന്നെ. അപ്പോൾ അതിൻ്റെ അടിയിലൊരു കടലായിരുന്നു വണ്ടി. നമുക്ക് അതിൻ്റെ അടിയിൽ ഇറങ്ങി നോക്കാം. എന്താണ് പോവാത്ത? പോണോ പ്ലെയിനല്ല, ഹെലികോപ്റ്റർ. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 9 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെയാണ് നോക്കുന്നത്. ചെറിയൊരു ലാഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധാ ഗെയിം പ്ലേയിൽ ഇത്ര ലാഗ് ഉണ്ടാവാറില്ല. റെക്കോർഡിങ് പോകണം. അതിൻ്റെ ഇടയിൽ സുനാമിയും കൂടി വന്നപ്പോൾ ചെറുതായിട്ടൊരു ലാഗ്. നമുക്ക് ഇതൊന്ന് ഇറങ്ങി നോക്കാം. നമ്മൾ നിൽച്ചതന്നെ പാരഷൂട്ടില്ല, അതാണ് പ്രശ്നം. അടിയിൽ വെള്ളം ഉണ്ടാവണേ, ഭഗവാനെ വീടുമ്പോഴേക്കും വേഗം എത്ര ചത്തില്ല. വെള്ളം ഉണ്ടായിരുന്നു വെച്ച്, അതുകൊണ്ട് ജീവനുണ്ട്. നമ്മുടെ ഹെലികോപ്റ്ററല്ലേ ആ ചെറുതോടെ പോയി. അതെന്ത് വെക്കും, നമുക്കിപ്പോൾ അതിനെ മെഴുകാൻ പറ്റുമോ? അണ്ണാ കയറും, അണ്ണനെ കൊണ്ട് പറ്റും. അങ്ങോട്ട് ചാട്ടർത്തി. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ നോക്കിയ കടലാണ്. ഓക്കെ, അവിടെ കടലായിരുന്നില്ല, അവിടെ സിറ്റിയായിരുന്നു. അപ്പം ഇവിടെ വലിയ വെള്ളം ബാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവിടെ നോക്കി, ഇവിടെ വലിയ വെള്ളം ബാധിച്ചിട്ടില്ല. അവിടെ വലിയ വെള്ളം ബാധിച്ചിട്ടില്ല. ഇവിടെ നല്ല പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ നീന്താൻ പറ്റുന്നുണ്ട്, അവിടെ നീന്താൻ പറ്റില്ല. അയ്യോ, ഭയങ്കര ലാഗ്. ചെറിയൊരു സുനാമിയാണ്. അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കുറച്ച് 10 ദിവസമായിട്ട് നല്ല മഴ പെയ്തായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം വറ്റി, അതാണ്. നമ്മൾ വേറെ സിറ്റിയിലായിരുന്നു, ലോസ് ആൻജലസിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ ലോസ് ആൻജലസിലായിരുന്നു. ലോസ് ആൻജലസിൽ ഒരു പുതിയ കാർ ഇറങ്ങി, അതൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്.
അയ്യോ ഇവിടെ കയറി. അപ്പോൾ നമുക്ക് നല്ലൊരു പുറത്ത് കയറി നോക്കി വെക്കാം. അപ്പം അടിക്ക് പോകാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിലേക്ക് പോകാൻ പറ്റണില്ല. അങ്ങോട്ട് നീന്തിപ്പോയി നോക്കാം. ഹെലികോപ്റ്റർ എടുക്കാൻ പറ്റുമോ? ഹെലികോപ്റ്റർ എത്താണ പൊട്ടിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഇവിടെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കടലല്ല, ഞാൻ കടലാണെന്ന് വിചാരിച്ചത്. ഇവിടെ വലിയ വെള്ളമില്ല, ഇവിടെ ഇടക്കിട്ട് വരുന്നു അതേ രീതിയിലാണ്. എന്നിട്ട് ഈ ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് പോലീസ് വരുന്നുണ്ട്. എന്ത് ചെയ്യാ, പോലീസിൻ്റെ അടി അടിക്കാനില്ലേ? നമുക്കൊന്ന് രക്ഷപ്പെടാം. എങ്ങനെ മാറിക്ക് നമുക്ക് നീന്തി വിടാം. ഓക്കെ, അമ്മയ്ക്ക് നീന്താഴ കഴിവില്ല. ബായ്. നേരെ പോകുന്നുണ്ട്. എവിടെ എത്തുന്നൊന്നും എനിക്ക് തീരെ അറിഞ്ഞൂടാ. നല്ല ഗെയിമിംഗ് പീസ് ചെയ്ത് കഴിയും. എന്നിട്ട് വീഡിയോയൊക്കെ കളയാം. നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ കൂടി നിൽക്കട്ടെ. എടാ നീങ്ങടാ, നമുക്ക് ഏതെങ്കിലും പൊക്കത്ത് നിന്നിട്ടേ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കട്ടെ. ഇതിൻ്റെ പൊക്കത്ത് കയറിയേക്കാം. ഞാൻ നേരത്തെ അവിടെ കാല് കഴിഞ്ഞ് വീണത്, ഞാൻ വരണമെന്ന് വിചാരിച്ചില്ല. മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഞാൻ വിചാരിച്ചത്ര സുനാമിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടില്ല. നമ്മളെ ഫ്ലൈറ്റ് ഇന്നലെ ആയിരുന്നു. നമ്മൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. അടിക്കും കാര്യങ്ങളും ഞാൻ നോക്കാൻ പോകുന്നില്ല. അവിടെ എന്തോ ഒന്നുണ്ട്, അതിന് മുകളിൽ കയറാൻ പറ്റുമോ? ഇത് സാധാരണ വെള്ളത്തിൻ്റെ അവിടേക്കാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. നോക്കട്ടെ, കയറാൻ പറ്റുമോ? പറ്റും. നിൽക്കാൻ പറ്റും. നിൽക്കച്ചേട്ടാ പറ്റും. പറ്റും. ഓക്കെ, നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എനിക്ക് കാണുമ്പോൾ ഒരു ഷാലോസ് എന്നും പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അത് ഓർമ്മ. നമുക്കൊരു ബോട്ട് എടുക്കാം. ആദ്യം അവിടെ നീന്തിപ്പോയാൽ നടക്കില്ല. എത്ര നേരം കുറച്ചാൽ നീന്താനാ. ഞാനിപ്പോൾ അടിക്ക് പോകാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കോച്ചേട്ടൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. എന്ത് ചെയ്യാനാ, അടിക്ക് പോകാൻ പറ്റില്ല. ഓട്ടെ എവിടെ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ പോയിട്ടുള്ള സംഭവം അറിഞ്ഞൂടാ. ആൾക്ക് ചെറിയൊരു ശ്വാസം മുട്ടൊക്കെ ആണ്. നമുക്ക് ടഗ്ഗാനും വേണം കൊടുക്കാനുണ്ട്. എൻ്റെ അമ്മ അതൊന്നും വേണ്ട. ഓടിക്കാൻ എനിക്കറിഞ്ഞൂടാ. റഫർ അപ്പം അതിനെക്കാട്ടും നിൽക്കുക എന്തായാലും അവിടെ നോക്കി. നമുക്കിപ്പോൾ നല്ലൊരു സ്ഥലത്തേക്ക് പോയി. ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, റെക്കോർഡിങ്ങിലാണ്. ഇവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ. അപ്പം ഇവിടെ നല്ല മഴയാണ്. ഞാൻ മനുഷ്യന്മാരിലേക്കാണ്ട് അയ്യോ മരുമേനെ കൂടെ കേട്ടില്ലേ. ആരെങ്കിലും വരണമെങ്കിൽ വന്നോ? ബോട്ടിൻ്റെ അടുത്ത് എന്നോ വരണില്ലായിരുന്നു. വെറിയിലേക്കാണ് ഇണങ്ങിയാണ് നിർബന്ധം. അപ്പം നമ്മളെ സിറ്റി നമ്മുടെ അവിടെ ബാധിക്കാത്തതാട്ടോ. ഇവിടെ നല്ല ബാധിക്കുന്നുണ്ട്. ഞാൻ മനുഷ്യന്മാരെ ഞാൻ കണ്ടില്ല. ഇത് പോണ കണ്ടു. എന്താ സ്പീഡില്ല ഇതിന്. നമുക്ക് നല്ല പൊക്കത്ത് കയറിയിട്ട് ഏതായിരിക്കും ഒരു കാറാരാണോ? അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാർ സൃഷ്ടിച്ചുകൊണ്ട് പോയിട്ട് വരെ എനിക്ക് ഇത് തോന്നുന്നു ഏറ്റവും താഴ്ചയുള്ളൊരു സ്ഥലമായിരുന്നു തോന്നുന്നുണ്ട്. എന്നാണ് ഇവിടെ മാത്രം ഇത്രയും ബാധിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? വീണ് ഇറങ്ങി അളക്കണല്ലേ കണ്ട. അയാൾ എന്നിട്ടും അടിക്കണമെന്നില്ല. എന്തായാലും അത് ലാഭമായി. നമ്മൾ റിച്ചായതുകൊണ്ട് നമുക്കൊക്കെ സിമ്പിളായിട്ട് എത്തിക്കപ്പാ. ഞങ്ങൾ പറ്റുന്നുണ്ടാവില്ല. ഒരു ഹെലികോപ്റ്ററും കൊണ്ട് ആൾക്കാർ രക്ഷിക്കാൻ ആംബുലൻസ് ആയിരിക്കും. അത് സംഭവമാണല്ലോ. ഇത് നോക്കി നോക്കട്ടെ. അതെ, ആൾക്കാർ രക്ഷിക്കാൻ തന്നെ. അല്ല കുറ്റങ്ങൾ ചെയ്തിട്ട് വരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. അതിൻ്റെ ബാക്കിൽ രണ്ടുപേരും വെടിവെക്കാനുണ്ടായിരുന്നു. ഇതെന്തത്? അപ്പൊ കത്തോടൊപ്പുണ്ടായിരുന്നു. ഇവിടെ വെള്ളം വലിച്ചിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം പൊക്കമുള്ള വരാം. അപ്പൊ അതൊക്കെ എൻ്റെ ഒരു ക്ലിച്ചാണ്. അടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതുവരെയൊക്കെ കാണുന്നത്. അത് ഞാൻ ലോയിലിടുമ്പോൾ
ഈ ഗെയിം ബേസിക്കലി നല്ല ലാഗായിരിക്കും നോയിലിട്ടില്ലെങ്കിൽ. അപ്പോൾ നോയിലിട്ടൊരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ചെറുതൊരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേതാ സ്ഥലം? ഇവിടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ പോലത്തെ സ്ഥലമാണ്. ഓക്കെ, നമുക്ക് ആ വണ്ടിയുടെ കയറി മുന്നിൽ നോക്കാം. ഇതിലാകപ്പാട് ബാധിച്ചെടുക്കണം. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോകാനായിട്ട് വണ്ടിയും ലിബർട്ടി സിറ്റിയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ കുറ്റം പറയാൻ ആരും കഴിയില്ല. ഓക്കെ, അവിടെ കുറേ മാതിരി കണ്ട് നിൽക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് വെള്ളമായിട്ട് അവരിപ്പോഴാണ് അറിയണം. അവർ വേറെ രീതിയിലല്ല, അതൊന്ന് ഓടുന്നു. പോടാ. ഓക്കെ, അത് നമ്മൾ തോക്ക് ഒരു കൂസലും ഇല്ലല്ലോ. അവന്മാർ എവിടെ വരെ ഓടും? അപ്പുറത്തേക്ക് കയറാൻ നോക്കിയതാ മറ്റേത് വ്യക്തിയിലെ ഭാവം. ഇതിൻ്റെ അടിയിൽ നല്ല വഴിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയ ലാഗുണ്ട്. സോറി, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അത് റെക്കോർഡിങ്ങിലാണ് ഞാൻ പറഞ്ഞല്ലോ, റെക്കോർഡിങ്ങിലുമാണ്. പിന്നെ ഒരു സുനാമി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊന്ന് വീഡിയോ എൻഡ് ചെയ്യിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്പപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്താ മാഫിയ 2 ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് എൻ്റെ മാഫിയ 2 ഒന്ന് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ റീഇൻസ്റ്റാൾ ചെയ്തിട്ടും അത് ഒരു കാര്യം കാണുന്നില്ല. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കൂട്ടങ്ങൾ വന്നു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് GTA 4 കാര്യങ്ങളിപ്പോൾ കളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ എന്ത് അടുത്ത GTA 4 കുറേ വീഡിയോസ് നമ്മളിനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കൊക്കെ ചെറുതായിട്ട് ലാഗ് കുറയ്ക്കാൻ നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ